സാമുദായിക ശക്തി വിളിച്ചോതി ലക്ഷങ്ങൾ അണിനിരന്ന കത്തോലിക്ക കോൺഗ്രസിന്റെ മഹാറാലി കണ്ണൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ജനസാഗരമാക്കി മാറ്റി. കത്തോലിക്ക കോൺഗ്രസിന്റെ മുദ്രാങ്കിത ഇരുവർണ്ണ പതാകകൾ കയ്യിൽ വഹിച്ച് ബാൻഡുമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെ നഗരത്തെ ചുറ്റി റാലി സമ്മേളന നഗരിയായ പോലീസ് മൈതാനിയിലെത്താൻ മണിക്കൂറുകളെടുത്തു. സമ്മേളന നഗരിയുടെ പ്രവേശന കവാടത്തിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി തിരികെ എത്തുമ്പോഴേക്കും പിന്നിര നീങ്ങിത്തുടങ്ങിയിരുന്നില്ല. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉൾപ്പെടെയുള്ള ബിഷപ്പുമാർ, കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ റാലിയുടെ മുൻനിരയിലുണ്ടായിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ 19 ഫൊറോനകളിൽ നിന്നുള്ളവരും റാലിയിൽ പങ്കെടുത്തു. റാലി സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്നപ്പോൾ സാമുദായിക ശാക്തീകരണ സംഗമം കണ്ണൂർ പോലീസ് മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി നഗറിൽ ആരംഭിച്ചു. 35 രൂപതകളിൽ നിന്ന് 48 രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്തു. തലശ്ശേരി അതിരൂപതയിലെ മാതൃവേദി, KCYM, മിഷൻ ലീഗ്, വിൻസെന്റ് ഡിപ്പോൾ, കുടുംബ കൂട്ടായ്മ, ഇൻഫാം, TSS, മദ്യവിരുദ്ധ സമിതി, മുക്തിശ്രീ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും റാലിയിൽ അണിനിരന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള 203 ഇടവകളിൽ നിന്നുള്ള ഏകദേശം ഒരു 1 ലക്ഷത്തോളം ആളുകൾ, 50,000-ഓളം ആളുകൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു മഹാറാലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മലയോരത്തെ ആളുകളുടെ വിഷയങ്ങൾ, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, ഒരു സമുദായം നേരിടുന്ന വെല്ലുവിളികളൊക്കെ നമ്മൾ ഈ സമ്മേളനത്തിൽ ചർച്ചാ വിഷയമാക്കുന്നു, ഭരണകൂടങ്ങളുടെ മുമ്പിൽ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കർഷകന് വേണ്ടി ശബ്ദിക്കുന്ന AKCCയുടെ അത്യുഗ്രമായ റാലിയാണ് ഈ കണ്ണൂർ നഗരവീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകന് വേണ്ടി ശബ്ദിക്കാൻ AKCC മാത്രമേ ഉള്ളൂ എന്ന ഒരു വലിയ മുദ്രാവാക്യമാണ് ഇപ്പോൾ ഇവിടെ മുഴക്കുന്നത്. ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ AKCCയുടെ ഈ 108ാം വാർഷിക റാലി സമ്മേളനം നമ്മുടെ സമുദായത്തിന്റെ ശക്തിയും കെട്ടുറപ്പും വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ, പ്രത്യേകിച്ച് കർഷകരുടെ, അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിന്റെ, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ ഒക്കെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമുദായ ശാക്തീകരണ വർഷത്തിൽ AKCCയുടെ 108ാം വാർഷിക റാലി ഏറ്റവും ശക്തമായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ കുടിയേറ്റ ജനതയെ കയ്യേറ്റക്കാരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരന്മാരാണ് ഞങ്ങൾ എന്നുള്ളതാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ ആർക്കും ധ്വംസിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിലൂടെ ഈ നാടിനുണ്ടായ പുരോഗതി, പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക കോൺഗ്രസ് സീറോ മലബാർ സമുദായത്തിന് വേണ്ടി മാത്രമല്ല ഇവിടെ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇവിടെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ളത്, ഇവിടെ മുന്നോട്ട് ഇറങ്ങി വന്നിട്ടുള്ളത്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം നേടുന്ന പാവപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങള്, അവർക്ക് അനീതി ഉണ്ടായപ്പോൾ, അവരുടെ അവകാശങ്ങൾ ഗവൺമെന്റുകളെ നിഷേധിച്ചപ്പോൾ അവർക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാക്കളാണ്, അഭിമന്യ പിതാക്കന്മാരാണ്. നിഷ്ക്രിയമായ ഭരണനേതൃത്വമല്ല നമുക്ക് വേണ്ടത്. നിഗൂഢമായ ലക്ഷ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറാകണം. അതിന് കത്തോലിക്ക കോൺഗ്രസ് ചരിത്രത്തിൽ നാളിതുവരെ നടത്തിയതിന് അപ്പുറമുള്ള പുതിയ സമരങ്ങളിലേക്ക്, നിലപാടുകളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ പിന്തുണ നിർത്തിക്കൊണ്ട് സഭയുടെയും സഭാ നേതാക്കന്മാരുടെയും ഉറച്ച പിന്തുണയോട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും എന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് പ്രബുദ്ധ കേരള രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിൽ, പ്രബുദ്ധ കേരള സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന വിഷയം. ഈ തലശ്ശേരി രൂപതയുടെ സംഘാടക മികവിനെ ഞങ്ങൾ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് അണിനിരക്കാവുന്ന സന്ദേശമാണ് ഈ മഹാസമ്മേളനത്തിൽ നമ്മൾ ഉന്നയിക്കുക. 108 വർഷമാണ് കത്തോലിക്ക കോൺഗ്രസ് ജന്മം കൊണ്ടിട്ട്. ഒരു കാലത്ത് തീണ്ടലിന്റെയും തൊഴിലിന്റെയും ഒക്കെ വലിയ ദുരന്തങ്ങൾ അനുഭവിച്ച കാലത്ത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ, അത് ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന ഈ സമൂഹത്തെ നേതൃത്വം വഹിക്കുവാനായിട്ട് ശ്രേഷ്ഠപരമായിട്ടുള്ള പങ്കുവഹിച്ച ഒരു സമുദായവും സഭയുമാണ് ഈ സീറോ മലബാർ സഭ സമുദായം എന്നുള്ളത് അഭിമാനത്തോടു കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒരു ഭാഗത്ത് തീവ്രവാദവും
വർഗീയവാദവും ക്രിസ്ത്യൻ ഐഡന്റിറ്റിയെ, നമ്മുടെ ഈ കേരളത്തിലെ ഭാരതത്തിലെ ഐഡന്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഭാരതത്തിൽ നിന്ന് സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മിഷണറിമാർ അല്ലെങ്കിൽ ക്രൈസ്തവ നോർത്ത് ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ വ്യാപകമായി പീഡിപ്പിക്കപ്പെടുന്നു, നമ്മുടെ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അതിനു മുൻപ് ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങളുടെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്തെടുക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഇവിടെയാണ് കത്തോലിക്ക കോൺഗ്രസ് അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ സാമുദായിക ശാക്തീകരണ പ്രക്രിയയുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞാൽ വർഗീയപരമായിട്ട് ചേരിതിരിവുണ്ടാക്കുന്ന ഈ സമൂഹത്തെ, ഈ വർഗീയ ചേരിതിരിവുകൾ ക്രമേണ അത് രാജ്യത്തിന്റെ തന്നെ അസ്തിത്വത്തിന് തകർച്ചയുണ്ടാക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാവിധ വർഗീയ ധ്രുവീകരണത്തിനും നമ്മൾ എതിരാണ് എന്ന് പ്രഖ്യാപിക്കുക എന്നതാണ് ഈ കൂടിവരവിന്റെ ഈ 108ാം ജന്മദിന സമ്മേളനത്തിന്റെ ഒരു ലക്ഷ്യം. ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് വിദ്യാഭ്യാസ മേഖല. ആരൊക്കെ തമസ്കരിക്കാൻ പരിശ്രമിച്ചാലും പീഠത്തിൽ വെച്ച വിളക്ക് പോലെ നമ്മുടെ സമുദായം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നടത്തിയിട്ടുള്ള ശുശ്രൂഷകളുടെ വിളക്കാണ് പള്ളിക്കൂടം എന്ന വാക്ക്. ചാവറയച്ചൻ നമ്മുടെ സമൂഹങ്ങൾക്ക് നൽകിയ വലിയൊരു തീട്ടുളത്തിന് പറഞ്ഞു, പള്ളിക്ക് പള്ളിക്കൂടമില്ലെങ്കിൽ ആ പള്ളിയുടെ കത്തനാരെ ശിക്ഷിക്കണം. പള്ളിക്കൊരു പള്ളിക്കൂടം. അങ്ങനെയാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലെ വിദ്യാഭ്യാസത്തിന്റെ വിളക്ക് തെളിക്കപ്പെട്ടത്. ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഗവൺമെന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഈ സമുദായം മുന്നോട്ട് വന്നതിൻ്റെ ഓർമ്മയുടെ തിരിശേഷിപ്പാണ് പള്ളിക്കൂടം. ഒരു തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ടുയർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ ഇരുപക്ഷവും അണിനിരന്നു കഴിഞ്ഞു. ഇനി വാഗ്ദാനങ്ങളുടെ പെരുമഴയുമായി മുന്നണികൾ നമ്മെ സമീപിക്കുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ നിർബന്ധമായും ആഗ്രഹിക്കുന്നതും ആ പ്രകടന പത്രിക നടപ്പിലാക്കാനുള്ള ആർജവത്വം ഏതേത് മുന്നണികൾക്കാണ് ഉള്ളത് എന്ന് വ്യക്തമായി പരിശോധിച്ചും മാത്രമേ ഇനിമേൽ ഈ സമുദായം വോട്ട് ചെയ്യാൻ സന്നദ്ധമാവുകയുള്ളൂ എന്ന് 3 മുന്നണികളോടും മുന്നറിയിപ്പ് തരാനാണ് ഈ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നോർത്തിരിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട സർക്കാരുകളെ, നിങ്ങൾ ഭരണഘടന തൊട്ട് നടത്തിയ സത്യപ്രതിജ്ഞ നിറവേറ്റാത്ത സർക്കാരുകളാണ്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ: വന്യമൃഗങ്ങളെ വനാതിർത്തിക്കുള്ളിൽ നിലനിർത്താനും കൃഷിഭൂമി കർഷകന്റേതാണെന്ന് പ്രഖ്യാപിക്കാനും ആ കൃഷിഭൂമിയിലുള്ള കർഷകന്റെ അവകാശങ്ങളെ പൂർണ്ണമായും വകവെച്ചു കൊടുക്കാനുമുള്ള നിയമനിർമ്മാണം നടത്തുമെന്ന് ആരുടെ പ്രകടന പത്രികയിലാണോ പറയുന്നത് അവരെ ഞങ്ങൾ സ്വീകരിക്കും എന്ന സത്യം ഓർക്കുക. കത്തോലിക്ക കോൺഗ്രസ് എപ്രകാരം നമ്മുടെ സമുദായ സംഘടന വളരാമെന്ന് പാഠങ്ങളാണ് നമുക്ക് ഈ സമ്മേളനം നൽകുന്നത്. ഒന്ന്, അഭിമന്യ പാമ്പ്ലാനി പിതാവ്. ഒരു പിതാവിന്റെ പിന്തുണയുണ്ടെങ്കിൽ കത്തോലിക്ക കോൺഗ്രസ് എങ്ങനെ വളരും, സംഘടിക്കും, ശക്തീകരിക്കും, ധീരതയോടുകൂടെ മുന്നോട്ട് പോകുമെന്ന് തെളിയിക്കുകയാണ്. പിതാവേ, കത്തോലിക്ക കോൺഗ്രസിന്റെ മുഴുവൻ പേരിലും പിതാവിനോടുള്ള കൃതജ്ഞത ഞങ്ങൾ സ്നേഹത്തോടെ രേഖപ്പെടുത്തുകയാണ്. നല്ലൊരു പേര് പിതാവിന് കൊടുക്കണം. പിതാവ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇതിന് പിന്തുണ നൽകി. അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവെ, അടുത്ത സിനഡിൽ പിതാവ് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കത്തോലിക്ക കോൺഗ്രസിനെ എങ്ങനെയാണ് വളർത്തേണ്ടത്, അത് അഭിമന്യ പിതാക്കന്മാര് എങ്ങനെയാണ് പിന്തുണ നൽകേണ്ടതെന്ന് പിതാവ് പറയണം.
ശക്തിപ്പെടുത്തണം. പിതാക്കന്മാർ ഒരുമിച്ച് നിന്നാൽ, മനസ്സൊന്ന് വിചാരിച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് എങ്ങനെ വളരുമെന്ന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ താലശ്ശേരിയിലെ ഈ കണ്ണൂരിലെ ഈ സമ്മേളനം.